ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സർക്കാരിനോട് ചോദ്യവുമായി ഹൈക്കോടതി. വ്യക്തിവിവരങ്ങൾ ഉപയോഗിക്കേണ്ടത് ശമ്പളം അക്കൗണ്ടിലെത്തിയെന്നറിയിക്കാൻ മാത്രമല്ലേ എന്നാണ് കോടതി ചോദിച്ചത്. ആരുടെയും ഡേറ്റ ചോർത്തിയില്ല എന്നാണ് സർക്കാർ ആവർത്തിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, അതായത് ആ ഒരു നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സൂചനയാണോ കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ്? അനുജ, കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു തീരുമാനത്തിലേക്കോ നിഗമനത്തിലേക്കോ കോടതി എത്തിയിട്ടില്ല. ചില സംശയങ്ങളുണ്ട്. അത് ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പ്രോസിക്യൂഷൻ മുമ്പാകെ ചില ചോദ്യങ്ങൾ, സർക്കാരിന് മുമ്പാകെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് സർക്കാരിന് വേണ്ടി ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ആവർത്തിച്ച് പറയുന്നത് ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ്. മുഖ്യമന്ത്രി ഈ സംസ്ഥാന സർക്കാരിന്റെ തലവനാണ്. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത്തരത്തിലൊരു സന്ദേശം അയച്ചത്. സർക്കാർ ജീവനക്കാരുടെ സേവനങ്ങൾക്കൊരു ആദരം എന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായി ഒന്നുമില്ല. മുഖ്യമന്ത്രിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലവനായി മാത്രം കണക്കാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇപ്പോഴും വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഹർജിക്കാർ അവരുടെ വാദം പൂർത്തിയാക്കിയിരുന്നു. അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സന്ദേശം വന്നത്. 2023 മുതൽ നിലനിൽക്കുന്ന സർക്കാരാണിത്. ആ ഘട്ടത്തിലൊക്കെ നിരവധി ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ ഈ സർക്കാർ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സന്ദേശം അപ്പോൾ ഉണ്ടായില്ല. പിന്നീട് ഇപ്പോൾ അയക്കുന്നതിന്റെ ഉദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം. ഒപ്പം അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയെന്നും ഹർജിക്കാർ ആരോപിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.